ഡിസംബർ 24 വിശുദ്ധ ആദാമിൻ്റെയും ഹവ്വയുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. ആദ്യത്തെ പുരുഷനും സ്ത്രീയുമായി അംഗീകരിക്കപ്പെടുന്നതിനപ്പുറം കത്തോലിക്ക സഭയിൽ ആദാമും ഹവ്വായും വിശുദ്ധരായി കണക്കാക്കപ്പെടുന്നത് പല കത്തോലിക്കർക്കും അറിഞ്ഞിരിക്കില്ല. ആദ്യ പാപത്തിനു ശേഷം ആദാമും ഹവ്വായും തങ്ങളുടെ ജീവിതകാലം മുഴുവനും കൂടുതൽ ലംഘനങ്ങളൊന്നും ചെയ്യാതെ ജീവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരുടെ 900 വർഷത്തെ യാത്ര സന്തോഷവും എന്നാൽ അഗാധമായ ദുഃഖവുമായിരുന്നു. വീഴ്ചയുടെ അനന്തരഫലങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ക്രിസ്തുവിൻ്റെ ജനനമായ ക്രിസ്മസ് ആഘോഷം പുരാതന റോമൻ വിരുന്നിനോട് യോജിക്കുന്നു. ഈ വിരുന്ന് ശീതകാല അറുതിയിലേക്ക് മാറുന്നതായി അടയാളപ്പെടുത്തി. പകൽ വെളിച്ചം നീളാൻ തുടങ്ങുകയും രാത്രികൾ ചുരുങ്ങുകയും ചെയ്യുന്ന ദിവസം. ക്രിസ്മസിൻ്റെ തലേ ദിവസം ആദാമിനും ഹവ്വായ്ക്കും വിരുന്ന് നടത്താനുള്ള സഭയുടെ തീരുമാനത്തിൽ ഈ യാദൃശ്ചികതയിൽ ഒരു ഉഗ്രമായ സൗന്ദര്യമുണ്ട്. അഗാധമായ ഒരു ജ്ഞാനമുണ്ട്. ആദാമിൻ്റെ പാപം കൊണ്ടുവന്ന നിഴലുകളിൽ നിന്ന് നാം യേശുവിനൊപ്പം വെളിച്ചത്തിലേക്ക് മാറുന്നു. ക്രിസ്തു നമ്മുടെ സൂര്യനാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രകാശത്തിൻ്റെ ഉറവിടം, എല്ലാ നന്മകളുടെയും ഉത്ഭവം. അവൻ പുതിയ ആദാമാണ്. ആദ്യ പാപവും നമ്മുടെ സ്വന്തം ബലഹീനതകളും പാപങ്ങളും നിഴലിച്ച നിഴലുകൾക്കുള്ള ദൈവത്തിൻ്റെ പരിഹാരം. ക്രിസ്തുമസിന് മുമ്പുള്ള ശേഷിക്കുന്ന മണിക്കൂറുകളെ സമീപിക്കുമ്പോൾ നമുക്ക് ആദാമിനെയും ഹവ്വായെയും യഥാർത്ഥ പാപത്തെയും നമ്മുടെ സ്വന്തം പോരായ്മകളെയും കുറിച്ച് ചിന്തിക്കാം. നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ഏകനായ യേശുവിനെ സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം.